ഹായ് എവരിവൺ. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ നമുക്കിന്നിവിടെ പരിചയപ്പെടാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് വാക്കുകളുടെ, അതായത് 13 ലക്ഷത്തിനടുത്ത് വാക്കുകളുടെ അർത്ഥം നമുക്ക് ഇംഗ്ലീഷ് മലയാളം, മലയാളം ഇംഗ്ലീഷ് രീതിയിൽ നമുക്ക് എടുക്കുവാൻ സാധിക്കും. ഓഫ്ലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കൂടെയായിട്ട് ചേർക്കുന്നുണ്ട്. ആപ്ലിക്കേഷനെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് ഒന്നും നിങ്ങൾക്ക് കാര്യമായിട്ട് ഇൻ്റർഫേസ് ഒന്നും ഇതിനകത്ത് കാണാൻ സാധിക്കില്ല. ഇതുപോലെ തന്നെ മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. അതുകൊണ്ട് ആദ്യമായിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ആദ്യമായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു, ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വാക്കിൻ്റെ അർത്ഥം കണ്ടുപിടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ഗൂഗിളിൽ നിന്ന് എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഏതെങ്കിലും ഒരു വാക്കിൻ്റെ അർത്ഥം കണ്ടുപിടിക്കേണ്ടതെന്ന് തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാം ഇതുപോലൊരു വാക്കിൻ്റെ അർത്ഥം. നമുക്കതിന് മുകളിലായിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. നമുക്ക് ചെയ്യേണ്ട വാക്കിന് മുകളിലായിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത ശേഷം കോപ്പി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെയായിട്ട് ഒരുപാട് അതിൻ്റെ അർത്ഥങ്ങൾ, വാക്യം നിങ്ങൾക്കിവിടെ ക്രിയ, നാമം, നാമം, ക്രിയ എന്നൊക്കെ വരുത്തിയിട്ട് ഒരുപാട് ഭാഗങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇനി വോയിസ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ വോയിസ് ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാം. അതിൽ നിങ്ങൾക്ക് കേൾക്കാനും സാധിക്കുന്നതാണ്. ഇനി മറ്റു വാചകങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി മലയാളമാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കുവാനും ഫൈൻഡ് ചെയ്തെടുക്കുവാനും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഈസി ആയിട്ട് നിങ്ങളെ സഹായിക്കുകയാണ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയൊന്നും ചെയ്യേണ്ട. നമ്മൾ ഒറ്റ തവണ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി ഇത് ബാക്ക്ഗ്രൗണ്ടിൽ മിനിമൈസ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിച്ച് തുടങ്ങും എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. തീർച്ചയായിട്ടും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്.